ടീം സൃഷ്ടി അവതരിപ്പിക്കുന്ന ഏകാംഗ നാടകം അതിനുമപ്പുറം. രചന പ്രശസ്ത നാടകാചാര്യനായ ശ്രീ NN പിള്ള. സംവിധാനം ഹരിപ്രസാദ്. രംഗത്ത് ഹരിപ്രസാദ്, രഘുനന്ദൻ, വാണി കൃഷ്ണ, സുരേഷ്. അവതരണ സഹായികൾ ശശീന്ദ്രൻ UP, ശശി പൂളക്കൽ, ഗോപകുമാർ. മേക്കപ്പ് വേണു P നായർ. പ്രേക്ഷകരെ, ഈ കഥ നടക്കുന്നത് സ്ഥലകാലങ്ങൾ മാഞ്ഞുപോയ നരകത്തിലാണ്. ആദ്യന്തവിഹീനമായ അനന്തതയ്ക്കപ്പുറം പ്രകാശവേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന അപാരതയിൽ കുടികൊള്ളുന്ന നരകത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ല, മറിച്ച് മരിച്ചുപോയ ആത്മാക്കളാണ്. ഈ കഥയുടെ ആരംഭത്തിനും അവസാനത്തിനുമിടയ്ക്ക് യുഗകോടികൾ കഴിഞ്ഞുപോയി. നമ്മുടെ കണക്കിൽ നിങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെ നിങ്ങൾ ആരംഭിക്കേണ്ടേ. അതിനുമപ്പുറം പോയി കഴിഞ്ഞു. എനിക്ക് ആ മനുഷ്യനെ ഒന്ന് വിളിക്കണമല്ലോ. ഏത് മനുഷ്യനെ? എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ആ മനുഷ്യനെ. വിളിക്കണ്ട. വിളിക്കണ്ടേ? അത് ഞാനാണ് നിശ്ചയിക്കുന്നത്. എന്നാൽ വിളിച്ചോളൂ. ഇതെന്ത് മര്യാദ? ഇവിടെ മര്യാദയില്ല. ഇത് ധിക്കാരമേ ഉള്ളൂ. അതും ഇല്ല. എന്ത്? എനിക്ക് ആ മനുഷ്യൻ വിളിക്കണമല്ലോ. അയാളെ വിളിച്ചാൽ വരില്ല. വിളിച്ചാൽ വരില്ലേ? പിന്നെ അയാൾക്ക് തോന്നുമ്പോ വരും. ഓഹോ, അപ്പോൾ ഞാൻ ആരാണെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായി കാണില്ല. എന്താ ചിരിക്കുന്നത്? ഞാൻ ആ മനസ്സിലാകാതെ പറ്റി ഒന്ന് ഓർത്ത് ചിരിച്ചതാ. ആട്ടെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി? എന്ത് തോന്നുന്നു? മനസ്സിലായിട്ടില്ല എന്ന്. മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. പിന്നെ ഞെട്ടിവിറച്ച് എന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുമായിരുന്നു. വാസ്തവമോ? എന്നാൽ ഞാൻ നമസ്കരിക്കാം. പക്ഷേ ഞെട്ടലും പറയലും വരുന്നില്ലല്ലോ സർ. അതാണ് പറഞ്ഞത്, വരുന്നില്ലല്ലോ. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഞാനാണ് ജനറലിസമോ ഫീൽഡ് മാർഷൽ. എന്ത് തോന്നുന്നു? വിശേഷിച്ചൊന്നും തോന്നുന്നില്ല. തോന്നുന്നില്ലേ? യു ഇംപ്യൂഡന്റ് റാറ്റ്. തോന്നുന്നില്ലേ? തോന്നുന്നില്ലേ? നോക്ക്, എഴുന്നേറ്റ് തല ഉയർത്തി നോക്ക്. ആ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ലോകം. അതെ, അനന്തവിസ്തൃതമായ ലോകം. അനന്തം വേണ്ട, വിസ്തൃതം മതി. മരത്തലയാ. നോക്ക്, നേരെ നോക്ക്. ലണ്ടൻ, പാരീസ്, റോം, ബ്രസൽസ്, ടോക്കിയോ, ന്യൂയോർക്ക്, ഡൽഹി. കണ്ടോ? കണ്ടു. കണ്ടോ? ആഡിസ് അബാബ, കൊയ്റോ. എന്താണെന്ന് മനസ്സിലായോ? ലോകരാഷ്ട്രങ്ങളുടെ തലസ്ഥാന നഗരികളാണ്. കണ്ടു. നോക്ക്, ആ കൊടിമരങ്ങളിലേക്ക് നോക്ക്. നോക്കി. പകുതി താഴ്ത്തിക്കെട്ടിയ ആ കൊടിക്കൂറകൾ കണ്ടോ?
കണ്ടു. വിവിധ രാഷ്ട്രങ്ങളുടെ തുറമുഖങ്ങളിൽ ചുരമാന്തി നിൽക്കുന്ന ആ പടക്കപ്പലുകൾ കണ്ടോ? കണ്ടു. ആ കൊടിമരങ്ങൾ കണ്ടോ? അതിലും കൊടികളെല്ലാം താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണ്. മഹാനഗരങ്ങളിലെ മണിമന്ദിരങ്ങളിൽ, ആ പട്ടണവീഥികളിൽ, ഗ്രാമങ്ങളിലെ ചെറ്റക്കുടിലുകളിൽ, വാതായനങ്ങൾ തോറും പാറിപ്പറക്കുന്ന ആ കരിങ്കൊടികളുണ്ടോ നിങ്ങൾ? കണ്ടു. അതെന്താണെന്ന് മനസ്സിലായോ? എന്റെ വിയോഗത്തിൽ വിങ്ങിക്കരയുന്ന ലോക ജനതയുടെ വേദനയുടെ പ്രതീകമാണത്. ഓഹോ, നല്ല ഭംഗിയുള്ള ആചാരം. ഇഡിയറ്റ്! ആചാരം വിശ്വഹൃദയത്തിന്റെ അന്തസ്ഥാപം. അങ്ങനെയൊന്നില്ല. ഇഡിയറ്റ്! അങ്ങനെയൊന്നില്ലേ? അങ്ങനെയൊന്നില്ലേ? നോക്ക് മനുഷ്യ, നോക്ക്. ആ ലക്ഷക്കണക്കിന് നടക്കുന്ന ആ മനുഷ്യപ്രവാഹം കണ്ടോ? അതെന്താണെന്ന് മനസ്സിലായോ? കണ്ടു. ഒരു നല്ല പ്രകടനം. വിധി ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിലാപയാത്രയാണ്. ആണോ? സംശയമുണ്ടോ? അതിൽ കരയാത്ത ഒരൊറ്റയാളുണ്ടോ? അങ്ങനെയാണോ? അപ്പോൾ ആ നടക്കുന്ന കുട്ടി കരയുകയാണോ അതോ മിഠായി തിന്നുകയാണോ? ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ. അതിന് പിന്നാലെ വരുന്ന കുട്ടി. അതിന് മിഠായി കിട്ടാത്തത് കൊണ്ട്. ആ സ്ത്രീയുടെ മുഖം നോക്കൂ. വിങ്ങിക്കുറയുന്നതല്ലേ? കരഞ്ഞു വീർത്തതല്ലേ? അതോ നാണിച്ചു തുടുത്തതോ? ഇതാ നോക്കൂ. ആ സ്ത്രീയുടെ ഇടത്തേക്ക് ഒതുക്കത്തിൽ അടുത്ത് നടക്കുന്ന ആ യുവാവിനെ ചൊറിയുന്നത് കണ്ടോ? ആരുമറിയാതെ ആ യുവാവ് ആ കൈപിടിച്ചമർത്തുന്നത് കണ്ടോ? ഇതവർക്കൊരു പ്രേമസംഗീതമാണ്, വിലാപയാത്രയല്ല. ഐ ആം സോറി, ഞാൻ വ്യസനിക്കും. നിങ്ങൾ വ്യസനിക്കുന്നില്ല, വെറുതെ പറഞ്ഞതാ. നിങ്ങൾക്കൊരു സാമാന്യ മര്യാദ അറിഞ്ഞോളൂ. അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ അവർക്കത് നന്നായി അറിയാം. അതിൻ്റെ ഒരു വലിയ പ്രകടനമാണത്. ആ ശവമഞ്ചത്തെ അകമ്പടി സേവിക്കുന്ന ആ പരിഷ്കൃത കന്യകകൾ, അവർ ഒരു സ്ത്രീകളെന്ന് മതി, അതിൽ കന്യകകളില്ല. അവർ വിങ്ങിക്കരയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കണ്ണുനീരൊപ്പുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ആ കരച്ചിലിൻ്റെയും കണ്ണീരൊപ്പിൻ്റെയും കലാഭംഗി ഞാൻ കാണുന്നുണ്ട്. ഇതാ നോക്കൂ. കണ്ണിലെ മഷി പടരാതെ, മുഖത്തെ പൗഡർ നനയാതെ, കുറുനിരയുടെ വടി ഒലയാതെ എത്ര ലളിത സുന്ദരമാണ് ആ നിക്ഷേപങ്ങൾ. They are aristocratic in culture too. Of course they are. അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രധാനികളും. തീർച്ചയായും അവരുടെ ഓരോ അംഗവിക്ഷേപങ്ങളിലും ആ നയവും തന്ത്രവും ഉപചാരവും എല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട്. അവർ പലതിനെയും പ്രതിനിധാനം ചെയ്യുന്നവരുമാണ്. തീർച്ചയായും. ആ ഗംഭീര പുരുഷനെ കണ്ടു നോക്കൂ. എൻ്റെ അനന്തരഗാമിയാണത്. ആ തലയൊന്ന് ഉയർത്തിയിട്ട് എത്ര മണിക്കൂറുകളായി! എന്തൊരു കഥനഭാരം! അദ്ദേഹം അടുത്ത് തന്നെ താൻ നടത്താൻ പോകുന്ന ചരമപ്രസംഗത്തിൻ്റെ റിഹേഴ്സൽ നടത്തുകയാണ്. പദങ്ങളും ശൈലികളും എല്ലാം തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങളെന്ന് പറഞ്ഞിട്ട് നോക്കൂ നോക്കൂ. ആ ശവമഞ്ചത്തിലേക്ക് നോക്കൂ. നോക്കി. നിറച്ചു പൂമാലകളാണ്. ഒട്ടുമിക്കതും വാടിത്തുടങ്ങി, പലതും ചവിട്ടിമെതിക്കപ്പെട്ടു. ഇതാ ആ വണ്ടിച്ചക്കൻ കയറിയിറങ്ങുന്നത് അതിലൊരു പൂമാലയുടെ മീതെ കൂടെയാണ്. ആ ചെമ്പനിയാടി ചവയ്ക്കുന്നത് അതിലൊരു പൂച്ചണ്ടാണ്. എന്നാൽ സ്നേഹിത, അതിലൊരൊറ്റ പൂമാല പോലും നിങ്ങളുടെ മേൽ അർപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി $100 പൂമാല വാങ്ങിയപ്പോൾ നിങ്ങളുടെ ADCക്ക് $200 പൂമാല വാങ്ങണമെന്നായിരുന്നു. നിങ്ങളുടെ സഹോദരി 100 പവൻ്റെ പുഷ്പചക്രം കൊണ്ടുവന്നപ്പോൾ സഹോദരനെ 150 വേണമെന്നായിരുന്നു. ബ്രസീലിയൻ പ്രതിനിധിയുടെ പുഷ്പചക്രത്തെ തോൽപ്പിക്കണമെന്നായിരുന്നു നോർവീജിയൻ പ്രതിനിധിയുടെ ഉന്നം. സ്നേഹിത, ആ പുഷ്പാഞ്ജലി മിഥ്യാഭിമാനത്തിൻ്റെ ഒരു കിടമത്സരമാണ്. അതിൽ ആത്മാർത്ഥത ഇല്ലെന്നാണ്. തരിയില്ല. ആ പൂമാലകളൊന്നും നിങ്ങളുടെ പുറത്തല്ല അർപ്പിക്കപ്പെട്ടത്, അവരവരുടെ ദുരഭിമാനത്തിൻ്റെ പുറത്താണ്. What do you mean? അപ്പോൾ എൻ്റെ ശവസംസ്കാരം ആർഭാടപൂർണമായ ഒരു ചടങ്ങായിരുന്നു. ഇതാ നോക്കൂ. ആ മരണനാടകം ചലച്ചിത്രമാക്കാൻ എത്ര കമ്പനികളാണ് കിടഞ്ഞു ശ്രമിക്കുന്നതെന്നറിയാമോ? അതിനൊരു അവസരം കിട്ടാൻ എത്ര കൈക്കൂലി കൊടുത്തെന്നോ? നിങ്ങളുടെ ശവം പോലും വിറ്റവർ കാശാക്കുകയാണ്. വാസ്തവമോ? എങ്കിൽ ഞാനത് നിർത്തും. വേണ്ട,
വേണ്ട, ഇനി അവർ നിങ്ങളെ അംഗീകരിക്കില്ല. ഇപ്പോൾ അവർക്ക് ആവശ്യം നിങ്ങളല്ല, നിങ്ങളുടെ ശവമാണ്. ഞാനൊരു മഹാസാമ്രാജ്യത്തിന്റെ ഏകാധിപതിയായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകുന്നു. ഞാനത് ഓർക്കുന്നു. നിങ്ങളെക്കാൾ പമ്പരവിഡ്ഢികളായ എത്രയോ ഏകാധിപതികൾ ലോകം മറന്നു കഴിഞ്ഞു. അതിൽ ചിലത് ഇന്നും സ്മരണകൾ ഉയർത്തുന്ന ഓർമ്മകൾ മാത്രമാണ്. പക്ഷേ ഞാൻ ഈ ശതാബ്ദത്തിലെ ഏറ്റവും വലിയ മഹാനാണ്. ആര് പറഞ്ഞു? ലോകം. ഈ അപവാദം ഇതിനു മുമ്പ് പലരെ പറ്റിയും ലോകം പറഞ്ഞിട്ടുണ്ട്. അപവാദമോ? തീർച്ചയായും. പല മഹാന്മാരും വിസ്മരിക്കപ്പെട്ടു പോയി. പല മഹാന്മാരും പിന്നീട് മഹാപാതകികളായി വ്യാഖ്യാനിക്കപ്പെട്ടു പോയി. ചരിത്രത്തിന്റെ രസകരമായ പ്രക്രിയയാണ്. അപ്പോൾ മഹാന്മാരായി ആരുമില്ലെന്നാണ് നിങ്ങൾക്ക് കാണണോ? ഇങ്ങ് അടുത്തു വരും. ചില ഭൂതകാല കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതാ നോക്കൂ. ആ മരുപ്പരപ്പിൽ നോക്കെത്താത്ത ദൂരത്ത് അണിയണിയായി ആർത്തിരമ്പി വരുന്ന മനുഷ്യപ്രളയം കണ്ടു. അതിൻ്റെ മുന്നിൽ അന്തരീക്ഷത്തെ കടിച്ചു കുടയുന്ന ആ പടക്കുതിരയെ കണ്ടു. ആ ജീനയിൽ ഉയർന്നിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാമോ? അതാണ് മാസിഡോണിയയിലെ അലക്സാണ്ടർ. ഓ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അങ്ങനെ ഒരു വിശേഷം കൂടി ചേർത്തേ നിങ്ങൾ അടങ്ങും. അതിൻ്റെ പിന്നിൽ നോക്കൂ. ആ മലഞ്ചെരിവിലേക്ക് നോക്കൂ. ഓ, കരിമേഘം തുണ്ടുതുണ്ടായി അടർന്നു വീഴുന്ന പോലെ. അല്ല, കഴുകന്മാർ പറന്നിരിക്കുകയാണ് അഴുകിയ ശവങ്ങളുടെ അന്തരാവയവങ്ങൾ കൊത്തിത്തിന്നാൻ. ആ മഹാൻ പോയ വഴിയാണത്. അത് കണ്ടു. പരലക്ഷം പ്രാകൃത ജീവികൾ പരക്കം പായുന്നത് കണ്ടു. അഗ്നിജ്വാലകൾ കൊണ്ട് ആകാശം വിളർന്നത് കണ്ടു. അതിൻ്റെ പിന്നിൽ അലറിയെടുക്കുന്ന ആ ബീബൽസ് രൂപം കണ്ടു. അതാണ് അറ്റില്ല. മറ്റൊരു മഹാൻ വരുന്ന വഴിയാണ്. അത് നോക്കൂ. വിസ്തൃതമായ ആ ഭൂവിഭാഗം പ്രാചീന മധ്യ ഏഷ്യയാണ്. പർവ്വതാനി വിരിച്ച ആ പടകുടീരത്തിൽ പടിഞ്ഞിരിക്കുന്ന ആ മനുഷ്യൻ മനസ്സിലായോ? അതാണ് ചെങ്കിസ് ഖാൻ. 10 ലക്ഷത്തിൽ പരം ജനങ്ങളെ ഒരു ദിവസം കൊന്ന മഹാനാണത്. മഹാനല്ല, അയാൾ ഒരിക്കലും മഹാനല്ല. അയാളുടെ അനുയായികൾ പറഞ്ഞത് മഹാമഹാനെന്നാണ്. അതിനപ്പുറത്ത് നോക്കൂ. പ്രാചീന ഈജിപ്താണ് ആയിരിക്കുന്ന മഹാനെ കണ്ടോ? അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ് പിന്നീട് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ വലിയ പിരമിഡ്. അദ്ദേഹം ഒരു മഹാനാണെന്ന് തോന്നുന്നു. അതെ, അദ്ദേഹം പ്രാതൽ കഴിക്കുകയാണ്. വളരെ പരിപക്വമായ ആഹാരമാണ്. തലേന്ന് രാത്രി തൻ്റെ പണവറയിൽ തന്നോടുത്ത് കഴിഞ്ഞ കന്യകയുടെ ഹൃദയം ജീവനോട് ചുഴന്നെടുത്ത് പൊരിച്ചതാണ് വിഭവം. അന്ന് അയാൾക്ക് നല്ല സെൻസായിരുന്നു. പ്രതിദിനം ഓരോ കന്യകയുടെ ചാരിത്രവും ഹൃദയവും ചൂർന്ന് അരയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. എനിക്ക് കാണണ്ട. ആ ചട്ടുകാലിനെ കണ്ടു. അതാണ് ടാമർലൈൻ. മനുഷ്യന്റെ തലയോടുകൾ കൊണ്ട് മാത്രം സമർക്കണ്ടിൽ ഒരു വലിയ സ്മാരക മന്ദിരം പണിത മഹാനാണ്. ഞാൻ നിർത്തി. അവസാനമായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അലടിയിൽ ഞെട്ടിവിറയ്ക്കുന്ന പാറക്കെട്ടിലെ ആ കൊച്ചു കുടിലേക്ക് നോക്കൂ. അടിവയറു മുഴുവൻ അർബുദം കാർന്നതെന്ന് അർദ്ധപ്രാണനായിരിക്കുന്ന മനുഷ്യന് മനസ്സിലായോ? അതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അയ്യോ, എനിക്ക് കാണണ്ട. മതിയായോ? മതിയായോ? അപ്പോൾ മഹാനായി ആരുമില്ലെന്നാണ്? എന്നില്ല. ഒന്നോ ഒറ്റയോ കണ്ടേക്കാം. അവരെ ഒന്നും ലോകം അറിഞ്ഞിട്ടില്ല. അറിയപ്പെട്ട ഒരൊറ്റ മഹാത്മാവിനെ പോലും ലോകം വെച്ച് വഴിച്ചിട്ടില്ല. അപ്പോൾ ക്രിസ്തുവും ബുദ്ധനും അവർ മഹാന്മാരല്ല, അതിമനുഷ്യരാണ്. നാശങ്ങൾക്ക് അതീതരായ അവധൂതരാണ്. കൊന്നാലും മരിക്കാത്തവരാണ്. ആളുകളല്ല, ആശയങ്ങളാണ്. നീങ്ങിയിരിക്കെ, എനിക്കും ഇരിക്കണം. ഇരുന്നോളൂ. നീങ്ങിയിരിക്കെ. ആ സ്ഥലം പോരെ? അത് ഞാനാണ് നിശ്ചയിക്കുന്നത്. അല്ല, നമ്മൾ ഒരുമിച്ച്. ഷട്ട് അപ്പ്. എന്റെ അഭിപ്രായത്തെ ആരും ചോദ്യം ചെയ്യാറില്ല. ഇത് തെറ്റല്ലേ? ഞാൻ
തെറ്റുകൾക്ക് അതീതനാണ്. നിങ്ങളിപ്പോഴും ആ മിഥ്യാബോധത്തിന്റെ നിഴലിലാണ്. വ്യാമോഹങ്ങൾ ആ വാതിലിനപ്പുറത്തെ അരണ്ട വെളിച്ചത്തിൽ കൂടി ഇഴഞ്ഞു പോന്ന നിങ്ങളുടെ ജീവിതത്തിന് ശീലമാണത്. അള്ളിമാന്തിയും തള്ളിമാറ്റിയും പിടിച്ചു പറിച്ചും ചവിട്ടിമതിച്ചുമാണ് നിങ്ങൾ ശീലിച്ചത്. അത് താനെ മാറിക്കോളും. അത് മാറ്റാനാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. എങ്ങോട്ട്? നരകത്തിലേക്ക്. നരകം, നരകം, സ്ത്രീ, നരകം, 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 നരകം. നിങ്ങൾ എന്നെ കളിപ്പിക്കുകയാണ്. ഇതൊരു മുറിയല്ലേ? മുറിയാണ്, ചുമരില്ല. ചുമരില്ല? ശരിയാണ്, ചുമരുകളില്ല. അപ്പോൾ അത് ജീവിതം. ആ വാതിൽ, അത് വാതിലല്ല, ഒരു തോന്നലാണ്. ഇത് നരകം. അപ്പൊ ആ ഇരുൾ പരപ്പോ? അത് ഇരുളാണോ? പിന്നെ മറ്റൊരു പ്രകാശമാകരുത്. ഒന്നും കാണുന്നില്ലല്ലോ. പ്രകാശത്തിന്റെ പാരമ്യത്തിൽ ഒന്നും കാണില്ല. നിങ്ങൾ കാലതൂതാണോ? എന്ത് വിഡിത്തം! ഇവിടെ കാലതൂതില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഭൂതപ്രേതങ്ങളോ? നമ്മളൊക്കെ തന്നെ. എന്നെ ഇവിടെ കൊണ്ടിടുന്ന ആരാണ്? മരണം. എന്നെയും കുറച്ചു മുമ്പ് ഇദ്ദേഹത്തെയും അയാളാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അയാൾ എവിടെ? മറ്റൊരാളെ കൊണ്ടുവരാൻ പോയിരിക്കുക. ഇനി വരുന്നവർ എങ്ങോട്ടാണോ വരുന്നത്? നിശ്ചയമില്ല. എന്താ? അല്ല, ഇനി വല്ലവരെയും കൊണ്ടുവരാണെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും നല്ലത്. ഇവിടെ ഒരു സ്ഥലമില്ല. ഇവിടെ ഇനി ആരും കൊണ്ടുവരണ്ട. ഇവിടെ സ്ഥലക്കുറവ് ഒരിക്കലുമില്ല. സ്ഥലം നശിച്ച സ്ഥലം, നരകം. അയ്യോ, അയ്യോ. ബഹളം വെക്കാതെ, ബഹളം വെക്കാതെ. കാളസർപ്പങ്ങളും ക്ഷുദ്രജീവികളും തുളയുന്ന വൈതരണി എന്ന കുഴി കാണിച്ചു തരാം. കാണിച്ചു തരാം. പാപികളെ ഇട്ട് പറക്കുന്ന ചെമ്പുകിടാരം കാണിച്ചു തരാമോ? കാണിച്ചു തരാം. വേശ്യകളെ കെട്ടിപ്പിടിക്കാനുള്ള ചുട്ടുപഴുത്ത ലോഹപ്രതിമയോ? പറയാം. അതെല്ലാം ചുമ്മാ പറയുന്നതല്ലേ? പറയൂ മനുഷ്യ, ഇതെല്ലാം എവിടെയാണെന്ന്. ഇവിടെ തന്നെ. എവിടെ? ഇവിടെ. ഇവിടെ നമ്മളല്ലാതെ ഒന്നുമില്ലല്ലോ. ശരിയാണ്, നമ്മളല്ലാതെ ഒന്നുമില്ല. എന്നാൽ ഇത് നരകമല്ല. അതല്ലാതെ മറ്റൊരു നരകമില്ല. ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ആര് പറഞ്ഞു? ലോകം. ഈ പറയുന്നവരാരെങ്കിലും ഇവിടെ വന്ന് തിരിച്ചു പോയവരാണോ? അതല്ല. അതാണ് സത്യവും മിഥ്യയും തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥലമാണ് ലോകം. സത്യം സത്യമായി സ്ഥിതി ചെയ്യുന്നത് നരകം. അപ്പോൾ സ്വർഗം? അങ്ങനെയൊന്നില്ല. ഞാൻ മുമ്പ് നടക്കാം. നടന്നോളൂ. ഞാൻ മുമ്പ് നടക്കാമെന്ന്. ഇവിടെ മുമ്പും പിമ്പുമില്ല. നടക്കും പോലെ നടന്നാൽ മതി. ഞാൻ മുൻപിലേ നടന്നിട്ടുള്ളൂ. ലോകം എന്നെ അനുഗമിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു. അന്ന് നിങ്ങൾ അവിടെ വിഷമവൃത്തത്തിൽ കറങ്ങുകയായിരുന്നു. പിന്നെ ഇത് ലോകമല്ലല്ലോ, നരകമല്ലേ? നടന്നു വരൂ, നടന്നു വരൂ. നീങ്ങിരിക്കും. മനസ്സില്ല. നീ സ്ത്രീയാണ്. അതുകൊണ്ട് പുരുഷന്മാരെ അനുസരിക്കണം. മനസ്സില്ല. ബഹുമാനിക്കണം. അത് എന്റെ ഇഷ്ടമാണ്. നിന്നെ ഞാൻ അനുസരിപ്പിക്കും. ആ നിമിഷം നിങ്ങൾ എന്റെ അടിമയായിരിക്കും. ഇവിടെ നമ്മൾ ഒപ്പമാണ്. എവിടെയും ഞാനാണ്. എന്തു പറയുന്നു മിസ്റ്റർ? അവരോട് ചോദിക്കൂ. ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചിരിക്കുന്നത്? അല്ല, ഒരു മഹാസാമ്രാജ്യത്തിന്റെ ഏകാധിപതിയായ നിങ്ങൾക്ക്, ലോകരാഷ്ട്രങ്ങളുടെ നേതാവായ നിങ്ങൾക്ക്, ഒരു നൂറ്റാണ്ടിന്റെ മഹാനായ നിങ്ങൾക്ക് ഈ ചെറിയൊരു സ്ഥലത്ത് രണ്ട് സഹജീവികളുടെ കൂടെ മര്യാദയ്ക്കൊന്ന് നടക്കാനും ഇരിക്കാനും അറിയാൻ പറ്റില്ലല്ലോ എന്നോർത്ത് തിരിച്ചതാ.
ഓ, എനിക്ക് ദേഷ്യം വരുന്നു. സാരമില്ല, അത് നിങ്ങളുടെ പഴയ സ്വഭാവമാണ്. ആട്ടെ, നിങ്ങളുടെ സാമൂഹ്യ തത്വശാസ്ത്രം എന്തായിരുന്നു? അങ്ങനെ ചോദിക്കൂ. അപ്പോൾ നിങ്ങൾ എന്നെ നേതാവായി അംഗീകരിക്കാൻ പോവുകയാണ് അല്ലേ? അത് വിസ്തരിച്ച് പറഞ്ഞേ ഒക്കൂ. വേണ്ട, ഒറ്റ വാക്കിൽ മതി. സഹവർത്തിത്വം. ഓ, സഹവർത്തിത്വം. സഹവർത്തിത്വം. ആ, സഹവർത്തിത്വം തന്നെ. പഞ്ചശീലം. പഞ്ചശീലം. പാണ്ഡവം. സഹോദരി, ഉറച്ചിരുന്നോളൂ. ആ, ഇരുന്നോ. എന്നാലും എന്റെ നേതൃത്വം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. സംശയമുണ്ടോ? എന്തും സഹിക്കും. സഹിക്കണമല്ലോ. ആണോ? അതിനുവേണ്ടി രക്തസാക്ഷിയായവനാണ് ഞാൻ. തീർച്ചയാണോ? അയ്യോ, ഹെഷ്. അയ്യോ. സംശയമുണ്ടോ? ഇതാ, ഇത് കണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഒരു മുറിപ്പാടാണ്. അതെ, ഒരു ഘാതകന്റെ വെടിയുണ്ട കയറി ഇറങ്ങിയതാണ്. എന്റെ മഹത്വത്തിന് മകുടം ചാർത്തിയ രക്തമുദ്രയാണിത്. ആണോ? അല്ല. അല്ലേ? അല്ല, നിങ്ങൾ മഹത്വത്തിന്റെ രക്തസാക്ഷിയല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനാണ് വെടിവെച്ചത്. എന്റെ പോക്കറ്റ് ഉന്നം പിഴച്ചതാണ്. നോൺസെൻസ്. എന്റെ മിശ്രവിവാഹ സിദ്ധാന്തം നിയമരൂപത്തിൽ വന്നതിൽ പ്രതിഷേധിച്ച് നിങ്ങൾ എന്നെ വെടിവെച്ചതല്ലേ? വിവാഹം എന്ന ആചാരം തന്നെ മഹാമിശ്രമാണെന്ന അഭിപ്രായക്കാരുടെ നിങ്ങളുടെ ബില്ലിനെ പറ്റി ഒരു പ്രതിഷേധവുമില്ലായിരുന്നു. പിന്നെ നിങ്ങൾ എന്നെ വെടിവെച്ചത്? ഞാൻ നിങ്ങളെയല്ല വെടിവെച്ചത്, നിങ്ങളുടെ സെക്രട്ടറി. സത്യമോ? അതെ, അയാൾ എന്റെ കാമുകിയെ. വേണ്ട, ഇവരുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയുന്നില്ല. സാരമില്ല, പറഞ്ഞോളൂ. ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. വേണ്ട, മനസ്സിലായല്ലോ. എന്നാലും ഞാൻ രക്തസാക്ഷിയാണ്, അല്ലേ മിസ്റ്റർ അരിസ്റ്റോട്ടിൽ? തീർച്ചയായും. എന്റെ രണ്ടാമത്തെ വെടിയുണ്ട നിറച്ചത് അടുത്ത മരച്ചൂട്ടിൽ കുറുകിക്കുന്ന പട്ടിയുടെ വള്ളയ്ക്ക്. 2 രക്തസാക്ഷികൾ. കഴുതേ. നിങ്ങളുമായി പരിചയപ്പെട്ടത് മുതൽ എനിക്ക് ആ ജന്തുവിനോടുള്ള ബഹുമാനം വർദ്ധിച്ചു വരികയാണ്. ഓ, എന്നിട്ട് നീ എങ്ങനെ ഇവിടെ എത്തി? ഇദ്ദേഹം മരിച്ചു വീണതോടെ ഇദ്ദേഹത്തിന്റെ അനുയായികൾ എന്നെ വളഞ്ഞു പിടിച്ചു, വലിച്ചു കീറി, ഇടിച്ചു കൊന്നു. 3 രക്തസാക്ഷികൾ. ഓ, അപ്പോൾ ഞാൻ മാത്രം രക്തസാക്ഷിയല്ല. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? പറയാനൊള്ളാത്ത ഒരു മഹാരോഗം കൊണ്ട്. പറയാൻ കൊള്ളുകയില്ലെങ്കിലും മരിക്കാൻ കൊള്ളുമല്ലോ. നിങ്ങളും രക്തസാക്ഷി തന്നെ, മഹാരോഗത്തിന്റെ. ഭാഗ്യം. 4 രക്തസാക്ഷികൾ. പ്രേതം. നമ്മളെല്ലാം. പക്ഷേ 10 ലക്ഷം സഹജീവികളുടെ, മനുഷ്യരുടെ സാന്നിധ്യത്തിലുള്ള ഒരു യാത്രയയപ്പ്, ശവസംസ്കാരം എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് നോക്കുന്നത്? ഞാൻ മറ്റൊരു ശവസംസ്കാരം കാണുകയായിരുന്നു. 10 ലക്ഷം ജീവികളുടെ സാന്നിധ്യത്തിലല്ല, 1 കോടി ജീവികളുടെ സാന്നിധ്യത്തിൽ. 30 ലക്ഷം ചെറിയ ഉറുമ്പ്, 10 ലക്ഷം വലിയ ഉറുമ്പ്, 40 ലക്ഷം കൃമികൾ, ഇവരെല്ലാവരും കൂടി ആ ശവസംസ്കാരം നടത്തുകയാണ്. അത് ആരുടെയാ? ആ പട്ടിയുടെ. എടോ, മാനുഷിക മൂല്യങ്ങളുടെ മുഖത്ത് കാളക്കിച്ച് തുപ്പുന്ന താങ്കളൊരു സൈക്കോയാണ്. സൈക്കോ. മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ. ലോകാരാധ്യനായ അല്ലയോ മഹാത്മാവേ, താങ്കൾ അവകാശപ്പെടുന്ന ഒരു മൂല്യത്തിന്റെ പേര് പറയാം. ഞാനൊരു നിഷ്കളങ്കനാണ്. തെളിയിച്ചു പറയൂ. ഞാൻ നിത്യബ്രഹ്മചാരിയാണ്. എൻ്റെ ലൈംഗിക സദാചാര ബോധത്തിൻ്റെ തെളിവാണത്. ആണോ? നിങ്ങളോ? നിങ്ങൾ ഞാൻ 30 വർഷം മുമ്പ് എന്റെ വീടിൽ ഒളിവിൽ താമസിച്ച് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു. അന്ന് ഞാനൊരു രാഷ്ട്രീയ അഭയാർത്ഥിയായിരുന്നു. അല്ല, ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയായിട്ട്. അതൊരു രാഷ്ട്രീയ സംരംഭമായിരുന്നു. കാബാലിക്കിന്റെ നരബലി ഒരു ആത്മീയ സംരംഭമാണ്. ഷട്ട് അപ്പ്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്റെ ആദ്യത്തെ കുട്ടിയുടെ അച്ഛനായി ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു. ഡോളി എന്നല്ലേ നിങ്ങളുടെ പേര്? അതെ. ആ കുഞ്ഞിനെ നീ എന്ത് ചെയ്തു? ഞാനൊരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. എന്നിട്ട്? പിന്നെ എനിക്കറിയില്ല.
സ്ത്രീ ഹൃദയം എത്ര കഠിനം, പുരുഷ ഹൃദയം അത് ഒരു മഹാത്മാവിന്റെ ഹൃദയം എത്ര മൃദുലം. ഓ, നിങ്ങൾ എന്നെ നശിപ്പിക്കുകയാണ്. അല്ല സുഹൃത്തെ, നിങ്ങൾ നിങ്ങളായിത്തീരുകയാണ്. ആട്ടെ, ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ടെന്നറിയാം? അറിയില്ല. ഇവനോ? അതെ, എന്റെ മകനോ? അതെ, നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഒരു മഹാത്മാവിന്റെ മകൻ. എന്റെ മകൻ, എന്റെ മകൻ എന്നെ വെടിവെച്ചു. രക്തസാക്ഷിയാക്കാം. ഓ, ഞാൻ ഓർക്കുന്നു, ഒരു അനാഥാലയത്തിൽ ആരുമില്ലാതെ വളർന്ന് തീവണ്ടി ഓഫീസിൽ കൂലിക്കാരനായി കഴിഞ്ഞു. കേട്ടോ അച്ഛൻ, ഞാൻ താങ്കളുടെ പെട്ടി ചുമന്നിട്ടുണ്ട്, താങ്കൾക്ക് വേണ്ടി കൊടി പിടിച്ചിട്ടുണ്ട്. ഓ, ഞാൻ വ്യസനിക്കുന്നു. ഞാനാണ് വ്യസനിക്കുന്നത്. എനിക്ക് വ്യസനമേ ഇല്ല. എന്നിട്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഞാനൊരു മോട്ടോർ ഡ്രൈവറായി, ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ ഡ്രൈവറായി, അയാളുടെ കാമുകിയെ. മതി, എനിക്ക് ഈ കഥകളൊന്നും കേൾക്കണ്ട. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ മഹത്വം ഇല്ലാതാക്കുകയാണ്. അല്ല സുഹൃത്തെ, നിങ്ങൾ നിങ്ങളായിത്തീരുകയാണ്. നാമെല്ലാം അനന്തമായൊരു പ്രവാഹത്തിൽ ഒഴുകി നടക്കുന്ന ഓരോ ജീവിത ബിന്ദുക്കളാണ്. പല പല അജ്ഞാത മേഖലകളിൽ കൂടി നാം അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അലഞ്ഞു തിരിയുന്നു. നമ്മുടെ ജീവിതം അവസാനിച്ചില്ലേ? ജീവിതത്തിന് അവസാനമേ ഇല്ല. അത് അത്യന്തവിഹീനമായ ഒരു വലിയ പ്രൊജക്ഷനാണ്. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും കാര്യമായൊന്നും മനസ്സിലായിട്ടില്ല. ഈ മനസ്സിലാവാത്തത് പിന്നെ സംസാരിക്കുന്നത് എന്തിനാണ്? മനസ്സിലാവാത്തതല്ലേ നാം കൂടുതൽ സംസാരിക്കാറ്. ഉദാഹരണമാണ് ദൈവം. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ദൈവത്തെ പറ്റിയാണ്. കഷ്ടം, എനിക്ക് മരിക്കണമായിരുന്നു. നിങ്ങൾ മരിച്ചില്ലായിരുന്നുവെങ്കിലും 3 ദിവസത്തിനകം മരിക്കുമായിരുന്നു. എങ്ങനെ? ഈ സ്ത്രീയിൽ നിന്നും പണ്ടു പകർന്ന മഹാരോഗം കൊണ്ട് 30 വർഷം കൊണ്ട് അത് നിങ്ങളുടെ തലച്ചോറിലെത്തി. എടീ നരകപിശാചേ, അത് നീയാണ്. ഒന്നുകൂടി കൊല്ലാം എന്റെ അച്ഛനെ. അച്ഛനാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കണം. വീരത്വം മഹാത്മാവിന്റെ ലക്ഷണമല്ല. ഇവിടെ ഞാൻ മഹാനല്ല. മഹാനാവാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി തരും. ഇത് സത്യലോകമാണ്. അറച്ചു നിൽക്കാതെ കുത്തി കീറുന്ന മകനെ ഇയാളെ കിടന്ന് പെടയണേ കാണണം. എന്താടാ? പറ്റുന്നില്ല. ബുദ്ധിമുട്ടണ്ട, നിങ്ങൾക്ക് ശരീരമില്ല, വികാരമേ ഉള്ളൂ. ഓഹോ, ഐ സീ. നമ്മൾ മരിച്ചവരാണല്ലോ അല്ലേ? അത് ഞാൻ മറന്നുപോയി. ആട്ടെ, അല്പം മുമ്പ് നിങ്ങൾ ചോദിച്ചല്ലോ തിളയ്ക്കുന്ന വൈതരണിയെ പറ്റിയും കാലദൂതന്മാരെ പറ്റിയും ചുട്ടുപഴുത്ത ലോഹപ്രതിമയെ പറ്റിയും. പേടിക്കണ്ട, പേടിക്കണ്ട, അതെല്ലാം നിങ്ങൾ തന്നെയാണ്. ഇത് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനും നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യുവാനുമാണ് എന്നെ ഇവിടെ നിയമിച്ചത്. താങ്കളുടെ പേര്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ. എന്താ അറിയുമോ? പ്രാചീന യവന തത്വജ്ഞാനിയായ അരിസ്റ്റോട്ടിൽ. ഞാൻ യവനനാണ്. പ്രാചീന ഏതൻസിലാണ് ജനിച്ചത്. അങ്ങ് ലോകഗുരുക്കന്മാരിൽ ഒരാളാണ്. ആണോ? സംശയമുണ്ട്. അങ്ങേപ്പറ്റി ഞാൻ എൻ്റെ ഗ്രന്ഥങ്ങളിൽ മുക്തകണ്ഠം വാഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യമില്ലാത്തത് പലതും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത? തീർച്ചയായും. നിങ്ങൾ ഈ പറയുന്ന ഈ ഞാൻ പണ്ട് ഏജൻസിൽ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ സമകാലീനരായ മഹാത്മാക്കളൊക്കെ എന്നെ അറച്ചിട്ടേ ഉള്ളൂ, വെറുത്തിട്ടേ ഉള്ളൂ, നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മഹാന്മാരല്ലേ? എന്തു തോന്നുന്നു? പക്ഷേ ലോകം അത് സമ്മതിക്കുന്നില്ലല്ലോ സാർ. അത് അവർക്കൊരാവശ്യമാണ്. എന്തിന്? എവിടെയെങ്കിലും ഒന്ന് ചാരാൻ. വിശ്വാസം മനുഷ്യന്റെ ഊന്നുവടിയാണ്. ഓ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് എന്ത് വേണം? നിങ്ങൾ എന്താണ് എന്നെ ശ്രദ്ധിക്കാത്തത്? ഓ, ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോഴാണ് ഒരു ശ്രദ്ധ. എന്നാൽ ഇനി അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കൂ. ശ്രദ്ധിച്ചാൽ മാത്രം പോരായിരിക്കും. ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, പിന്നെ എന്നെ സ്നേഹിക്കണം. ചേടാ നാശമേ, ഇരു ചെവി അറിയാതെ ആണെങ്കിലും ഒരിക്കൽ നിന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് എന്റെ സകല മഹത്വവും ഇല്ലാതായത്. എന്നാൽ പിന്നെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ, പിന്നെ നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. മനസ്സില്ല. എന്നാൽ ഞാൻ സ്നേഹിക്കുന്നു. മഹാഭാവി, നീ മകനല്ലേ? എന്താ മകനെ സ്നേഹിച്ചുകൂടെ? നരകം. അതെ, ഇത് ശുദ്ധമായ സ്ഥലമാണ്. ഇവിടെ സ്നേഹം പരിശുദ്ധമാണ്.
തരംതിരിച്ച് ലേബലൊട്ടിക്കാത്തതാണ്. എന്നാൽ നമുക്ക് സ്നേഹിക്കാം. അങ്ങനെ പറയൂ. എന്ന് പറയുന്നു കുഞ്ഞെ. ഞാൻ എപ്പോഴേ സ്നേഹിച്ചു കഴിഞ്ഞു. നിങ്ങളൊരു മഹാത്മാവാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇവനോ? ഈ കൊലപാതകി മഹാത്മാവോ? എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സർട്ടിഫിക്കറ്റ് ഒരുപോലെയാണ്. അതാണ് നിങ്ങളുടെ മഹത്വത്തിന്റെ ലക്ഷണം. അപ്പോ ഞാൻ ആരുമല്ല. എനിക്കൊന്നിരിക്കണം. എനിക്കൊന്നിരിക്കണം. എനിക്കും. മൂന്നാൾക്കിരിക്കാൻ അതിൽ സ്ഥലമില്ല. ഈ അരിസ്റ്റോട്ടിൽ അത് തന്നെ വരണം. താങ്കളിൽ നിന്ന് ക്ഷണിച്ചല്ലോ. അതിൽ സ്ഥലമില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്കും ഈ സ്ത്രീക്കും ഇരിക്കാനുള്ള സ്ഥലമേ അതിലുള്ളൂ. എങ്കിൽ താങ്കൾ അവിടെയൊക്കെ ഞങ്ങളിരിക്കാം. എടാ കുഞ്ഞെ, ഞങ്ങളെ കൂടി ഒന്ന് ഇരുത്തടാ. ഒരു ഇരിക്കൂ. ഈ പീഠം വലുതായിരിക്കുന്നു. പീഠം വലുതായതല്ല, നിങ്ങൾ ചെറുതായതാണ്. അരിസ്റ്റോട്ടിൽ അല്ല, ഇത് വളരെ വലുതായിരിക്കുന്നു. പീഠം വലുതായതല്ല, ഞാൻ ചെറുതായത്. തീർച്ചയായും 60 വർഷം കൊണ്ട് അഖിലാധിപതിയായി വളർന്ന ഞാൻ അരമണിക്കൂർ കൊണ്ട് 3 പേരെടുത്തൊരു ചെറിയ സ്ഥലത്തിൽ മാത്രം ഇരിക്കാൻ ചെറുതായി. ഇപ്പൊ എനിക്ക് കൊല്ലാൻ തോന്നില്ല. എനിക്കും ഒന്നും തോന്നുന്നില്ല. ഞാൻ പിന്നെയും ചെറുതാകുന്നത് പോലെ തോന്നുന്നു. അതെ, ഇനിയും ചെറുതാകും. അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാകും. അല്ല, വളരെ വലുതാകും. അതിനെത്ര സമയമെടുക്കും? ഇപ്പൊ സമയം എന്തായി? അയ്യോ, വാച്ച് നടക്കണില്ലല്ലോ. ഈ കൊടുക്കൂ. വാച്ച് നടക്കുന്നുണ്ട്, പക്ഷേ സമയം കാണിക്കുന്നില്ല. അതേ ശിരോമണി, ഇത് സത്യലോകമാണ്. ശുദ്ധ പ്രപഞ്ചം, അപാരത. ഇവിടെ സ്ഥലകാലങ്ങളില്ല. ഉള്ളതോ? പിന്നെ ഇവിടെ എന്തുണ്ട്? അന്ത്യവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ചൈതന്യധാര. നമ്മുടെ ജീവിതം അവസാനിച്ചില്ലേ? എനിക്ക് ജീവിച്ചിരുന്ന സ്ഥലമൊന്ന് കാണണം. എന്റെ സ്മാരക മന്ദിരം പണിയാൻ, എന്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് എന്റെ സ്മാരക മന്ദിരം പണിയാൻ അവർ ആലോചിക്കുകയായി. അതിന്റെ തന്നെ ശവസംസ്കാരം എന്നോ കഴിഞ്ഞു. ഏതിന്റെ? ദാ നോക്കൂ, ആ കാണുന്നു, മനസ്സിലായോ? ഭയങ്കരം. അതെന്താ മനുഷ്യ? നാം ജീവിച്ചിരുന്ന ഭൂലോകം. ഭൂലോകമോ? അതൊരു മരുഭൂമിയല്ലേ? അതെ, അതാണ് നാം ജീവിച്ച ഭൂലോകം. ജീവജാലങ്ങളെല്ലാം നശിച്ച് സമുദ്രങ്ങൾ വറ്റി വരണ്ട് പ്രാണവായുവും അന്തരീക്ഷവും പതറിത്തെറിച്ച് ഒരു ജഡപിണ്ഡമായ ഭൂലോകം. നാം അവിടെ നിന്ന് പോന്നിട്ട് യുഗകോടികൾ കഴിഞ്ഞു. ഈശ്വരാ, ഭഗവാനേ, മൈ ഗോഡ്. ഇഡിയസ്, അവിടെ എന്റെ സ്മാരക മന്ദിരം നിന്നിരുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു തരാം. എവിടെ? അവിടെ. അതെവിടെ? അവിടെ ഭൂമിയിൽ. ഭൂമി എവിടെ? അയ്യോ, അതും മറഞ്ഞോ? നന്ദി, നമസ്കാരം.